എന്ത് കാര്യം ചെയ്താലും അത് വേണ്ടിയെന്നില്ല, അതൊരു വൻ അബദ്ധമായി എന്നൊക്കെ തോന്നാറുണ്ടോ? രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ രാത്രി നേരത്തെ കിടക്കാമായിരുന്നു എന്നാലോചിച്ച് ഒരു ചെറിയ നഷ്ടബോധം തോന്നാറുണ്ടോ? അപ്പോൾ തോന്നിയ ആ നഷ്ടബോധത്തിൻ്റെ തുടർച്ചയിൽ ആ ദിവസം മുഴുവൻ ഒരു തരം വിഷാദത്തിൽ എന്തോ ഒരു വിഷമമുള്ള പോലെ ഒക്കെ തോന്നാറുണ്ടോ? കുറച്ചധികം പൈസ കൊടുത്ത് മേടിച്ച എന്തെങ്കിലും സാധനം നിങ്ങളുടെ വീട്ടിൽ പൊടി പിടിച്ച് കിടക്കുന്നത് കാണുമ്പോൾ ഒരാവേശത്തിന് മേടിക്കേണ്ടിയിരുന്നില്ല, ആ പൈസയ്ക്ക് വേറെ എന്തെങ്കിലും ചെയ്യാമായിരുന്നു എന്നൊരു ഫീൽ ഇടയ്ക്ക് അടിക്കാറുണ്ടോ? റോഡിലൂടെ പോകുമ്പോൾ ക്രെഡിറ്റ് കാർഡ് വേണോ ചേട്ടാ എന്ന് ചോദിച്ച പയ്യനോട് വേണ്ട എന്ന് തറപ്പിച്ച് പറയാൻ പറ്റാതിരുന്ന കാരണം എത്രയോ വട്ടം കേട്ട ക്രെഡിറ്റ് കാർഡിൻ്റെ ഗുണഗണങ്ങളെ പറ്റിയുള്ള കത്തിയടിക്ക് നിങ്ങൾ വീണ്ടും ഇരയായോ? വെറുതെ അവൻ്റെ സമയവും ഞാൻ പോക്കി എന്നൊക്കെ ആലോചിച്ച് സാഡാവാറുണ്ടോ നിങ്ങൾ? വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ എപ്പോഴോ ആരോടോ പറഞ്ഞ ആ പൊട്ടത്തരം പെട്ടെന്നൊരു ദിവസം പുലർച്ചെ 3 മണിക്ക് ഒരാവശ്യമില്ലാതെ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളുടെ മുന്നിലിട്ട് തന്ന് പിന്നെ അതിനെപ്പറ്റി ആലോചിച്ച് നിങ്ങളുടെ ഉറക്കം പോക്കാറുണ്ടോ? പേടിക്കണ്ട, നമ്മൾ ഇന്നത് ശരിയാക്കാൻ പോവുകയാണ്. ആദ്യം ഇതൊക്കെ എന്തുകൊണ്ടാണ് നമുക്ക് തോന്നുന്നത് എന്ന് പരിശോധിക്കാം. ഒന്ന് ചിന്തിച്ചു നോക്കൂ. എത്രയോ ദിവസങ്ങൾ എല്ലാം അടിപൊളിയായി പെർഫെക്റ്റായി പോയി അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ നോക്കി ചിരിച്ചപ്പോൾ അവനോ അവളോ അത് കാണാത്തത് കൊണ്ടാവാം നിങ്ങളോട് തിരിച്ച് ചിരിച്ചില്ല എന്ന് പറഞ്ഞ് ചമ്മിയിരുന്ന് എന്തൊക്കെ പോസിറ്റീവായി നടന്നിട്ടും വീണ്ടും അതിനെപ്പറ്റി തന്നെ ആലോചിച്ച് അത് വളരെ മോശമായി പോയി എന്ന് ബ്രെയിൻ റിപ്പീറ്റ് അടിച്ച് പറഞ്ഞിരുന്ന ആ ദിവസങ്ങൾ. ബ്രെയിനിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ശീലിപ്പിച്ചത് ഇതൊക്കെ ആര്? നമ്മൾ തന്നെ. ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ബ്രെയിനിൻ്റെ മെയിൻ പണി തന്നെ നമുക്ക് ഉണ്ടായ ഈ നെഗറ്റീവ് ചിന്തകളെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഓർമ്മിപ്പിക്കുക എന്നതാണ്. കാരണം പണ്ട് വളരെ പണ്ട് കാട്ടിൽ ഇര തേടി പിടിച്ച് ജീവിച്ചിരുന്ന സമയത്ത് നമ്മൾ വൺ ഡേഞ്ചറിലായിരുന്നു. ഓരോ ചുവടും സൂക്ഷിച്ചു വെച്ചില്ലെങ്കിൽ ചിലപ്പോൾ സിമ്പിളായി വല്ല പുലിയോ അന്നക്കോണ്ടയോ മറ്റോ നമ്മളെ പിടിച്ച് തിന്നും. അല്ലെങ്കിൽ തന്നെ അക്കാലത്ത് ഒരു പാമ്പോ തേളോ മറ്റോ കടിച്ചാൽ മതി ജീവിതം സ്വാഹ ആവാൻ. അങ്ങനെ കംപ്ലീറ്റ് ട്രോമ ആൻഡ് ഡേഞ്ചറിൻ്റെ ഇടയിൽ നിന്നാണ് നമ്മളൊക്കെ പൊരുതി ഇവിടെ എത്തിയത്. നമ്മളെന്ന് പറയുമ്പോൾ എൻ്റെയും നിങ്ങളുടെയൊക്കെ പൂർവികർ. അങ്ങനെ സൂക്ഷിച്ച് കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ബ്രെയിൻ ഇപ്പോഴും ഇതുപോലെ നമുക്ക് പറ്റിയ ഓരോ പറ്റലുകൾ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. മോനെ, നിനക്ക് ഇങ്ങനെയൊക്കെ പണ്ട് പറ്റിയതാ, അതുകൊണ്ട് സൂക്ഷിക്കണേ എന്നൊക്കെ. ഇതിൻ്റെ തുടർച്ചയാണ് ഈ അത് വേണ്ടിയിരുന്നില്ല ഇത് വേണ്ടിയിരുന്നില്ല എന്നുള്ള നമ്മുടെ ഈ ചിന്തകൾ. ഈ പറഞ്ഞ സത്യമാണ്, സ്വാഭാവികമാണ്, ലോകം അംഗീകരിച്ചതുമാണ്. ഇതാദ്യം നമ്മൾ നന്നായി മനസ്സിലാക്കി നമ്മുടെ ബ്രെയിനിൽ കയറ്റി വെക്കണം. എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ ഇനി ഈ ടൈപ്പ് നെഗറ്റീവ് ചിന്തകൾ വന്നാൽ മനസ്സിലാക്കണം, ഇതെൻ്റെ കുഴപ്പമല്ല, എൻ്റെ ആൻസിസ്റ്റേഴ്സ് സർവൈവ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒരു ടെക്നിക്കാണ്, അല്ലാതെ ഞാൻ നെഗറ്റീവ് ആവുന്നതല്ല എന്ന്. ഇതിനാണ് നെഗറ്റിവിറ്റി ബയസ് എന്ന് വിളിക്കുന്നത്. 99 കാര്യങ്ങൾ നന്നാക്കി ചെയ്താലും ആ പാളിപ്പോയ ആ ഒരു കാര്യത്തിനെ നമ്മുടെ ബ്രെയിൻ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കും. വെറുതെ ഓർമ്മിപ്പിക്കലല്ല, ആ സംഭവത്തിൻ്റെ ബ്രെയിൻ ഒരു വലിയ സംഭവമായി എക്സാഗ്രേറ്റ് ചെയ്യിക്കും. എന്തിന്? വെറുതെ നിങ്ങളെ നെഗറ്റീവ് അടിപ്പിക്കാൻ. ആദിമ മനുഷ്യരുടെ ഓരോ കാര്യങ്ങളെ. ഇനി മറ്റൊരു കാര്യം, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പറ്റിയ ഈ അബദ്ധങ്ങളെപ്പറ്റി ആലോചിക്കുന്നത് എന്തിനാണ് എന്ന് വെച്ചാൽ അന്ന് അതങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നന്നായേനെ, മെച്ചപ്പെട്ടേനെ എന്നൊക്കെയുള്ള ഈ തോന്നലുകൾ കാരണമാണ്. എടുത്ത ഓരോ തീരുമാനങ്ങളെയും നമ്മൾ ഓവറായി അനലൈസ് ചെയ്യുന്നു. പക്ഷെ സത്യം എന്താണെന്ന് വെച്ചാൽ അന്ന് ആ തീരുമാനം എടുത്തത് അന്നത്തെ നമ്മുടെ കയ്യിലെ വിവരങ്ങൾ, നമ്മുടെ മാനസികാവസ്ഥ, നമ്മുടെ ചുറ്റുപാട് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പോഴും നമുക്ക് കൂടുതൽ ചെയ്യാമായിരുന്നു എന്ന് തോന്നുന്നത് ആ തെറ്റ് പറ്റിയപ്പോൾ കിട്ടിയ വിലപ്പെട്ട അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ കൂടിയാണ്. ഇതിൽ ചെയ്യാൻ പറ്റുന്നത് ഭാവിയിൽ ഇതുപോലുള്ള അബദ്ധങ്ങളിൽ ചാടാതിരിക്കുക എന്നതാണ്. അല്ലാതെ കഴിഞ്ഞുപോയ കാര്യങ്ങളിൽ ഇനി മസിൽ പിടിച്ചിട്ട് ഒന്നും ചെയ്യാനില്ല, കുറച്ചുകൂടി വിഷമിക്കുക എന്നല്ലാതെ. അപ്പോൾ പറഞ്ഞു വന്നത്, ലെറ്റ് ഗോ ഓഫ് ദി ക്രിഞ്ച്. നിങ്ങൾ നിങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണ പരിപാടിക്ക് പോയിട്ട് ഹാപ്പി മാരീഡ് ലൈഫിന് പകരം ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് ഷേക്ക് ഹാൻഡും കൊടുത്ത് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയിട്ടില്ലേ? ഒട്ടും വിഷമിക്കണ്ട, അതൊക്കെ എല്ലാവർക്കും പറ്റുന്നതാണ്. പിന്നൊരു ദിവസം കൂട്ടുകാരുടെ കൂടെ ഇരിക്കുമ്പോൾ നിങ്ങൾ തന്നെ ഇത് എടുത്തിടുക, അവരുടെ കൂടെ ചിരിക്കുക. അവരും ഓരോരുത്തരായി അവർക്ക് പറ്റിയ കുട്ടി കോമഡികൾ ഷെയർ ചെയ്യും. ആ കഥകൾ കേൾക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മളൊക്കെ ഇനി എത്ര ചമ്മാൻ കിടക്കുന്നു എന്ന്. ടേൺ റിഗ്രറ്റ് ഇൻ ടു ഡാറ്റ. ചെയ്ത പൊട്ടത്തരങ്ങളെല്ലാം ക്രോഡീകരിച്ച് ഒരു ഫയൽ ഉണ്ടാക്കുക. എവിടെ? തലയിൽ. ആ അനുഭവങ്ങളെ ബ്രെയിൻ സ്വാഭാവികമായും കംപ്ലീറ്റ് ചെയ്യും. അതിൻ്റെ ഫലമായി ഇനി ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത 100 കാര്യങ്ങൾ എന്നൊരു ലിസ്റ്റ് നിങ്ങളുടെ തലയിൽ തനിയെ ഉണ്ടാക്കും. അല്ല, ഇനി ചെയ്യുന്നുണ്ടെങ്കിൽ
എങ്ങനെയൊക്കെ നമുക്ക് കാര്യങ്ങൾ മാറ്റിപ്പിടിക്കാം എന്നൊരു നീണ്ട ലിസ്റ്റും ഇതിൻ്റെ ഒപ്പം കിട്ടും. ഈ രണ്ടും സൂക്ഷിച്ച് തലയിൽ തന്നെ എടുത്തു വയ്ക്കുക. പുതുതായി എന്തെങ്കിലും ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ തിടുക്കം കൂട്ടാതെ ഈ 2 ലിസ്റ്റും ഒന്നെടുത്ത് നന്നായി തപ്പുക. ആ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ കാര്യങ്ങൾ നീക്കുക. ഇനി അതല്ല, ഇതൊരു കംപ്ലീറ്റ്ലി പുതിയൊരു ടാസ്ക്കാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നത്, എന്താവുമെന്നൊരു ഐഡിയയും ഇല്ല, പക്ഷേ മനസ്സിങ്ങനെ പൊക്കോ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ആ മുൻപ് പറഞ്ഞ ലിസ്റ്റിൽ പോയി തപ്പി വെറുതെ സമയം കളയണ്ട. ഒരേ ഒരു ജീവിതമാണ്, സന്തോഷമായി പോയി ചാടുക, ഒരു പിടി അനുഭവങ്ങളുമായി തിരിച്ചു വരിക. അങ്ങനെ കംപ്ലീറ്റ് ട്രോമ ആൻഡ് ഡേഞ്ചറിൻ്റെ ഇടയിൽ നിന്നാണ് നമ്മളൊക്കെ പൊരുതി ഇവിടെ എത്തിയത്. നമ്മളെന്ന് പറയുമ്പോൾ എൻ്റെയും നിങ്ങളുടെയൊക്കെ പൂർവികർ. അങ്ങനെ സൂക്ഷിച്ച് കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ബ്രെയിൻ ഇപ്പോഴും ഇതുപോലെ നമുക്ക് പറ്റിയ ഓരോ പറ്റലുകൾ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും.